ഗൈസ് മൊട്ടിപ്പാണ്. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല, ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. കെമിസ്ട്രിയിലുള്ള ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുക. 4-5 ക്വസ്റ്റ്യൻ കൊണ്ട് ആ ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് Everybody say yeah, it's 50 Cent. Yeah, and Lloyd Banks. ത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ് ഇത്. pH കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ pH കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന സാധനം തന്നെയാണ്. അപ്പം അതെങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ കാൽക്കുലേറ്റർ മസ്റ്റ് ആയിട്ട് എടുക്കാം കെമിസ്ട്രി എക്സാമിന് പോകുമ്പോഴായാലും. ഓക്കെ, അപ്പൊ നോക്കാം. കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻² മോളാർ H2SO4. നിങ്ങൾ വായിച്ചോ. ഓക്കെ, കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻² മോളാർ H2SO4 എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ pH ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ, അതായത് H+ അയോണിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ pH കണ്ടുപിടിക്കുക. pH എന്താണെന്ന് എഴുതാൻ മസ്റ്റ്. ഇവിടെ മൊത്തം ലൈറ്റ് അടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ സൈഡിൽ മാത്രം മൊത്തം എഴുതാം. അപ്പം pH എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ എഴുതാം. ഓക്കെ, pH = log ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ് pH. pHന്റെ മീനിങ് എന്താണ്? -log ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+. pH H+ എന്ന് അവിടെ എഴുതി. P എന്ന് പറയുന്നത് -log ആണെന്നുള്ളത് ഓർമ്മിച്ചു നോക്കുക. P എന്ന് പറയുന്നത് -log ആണ്. അപ്പൊ POH എത്രയാണ്? POH = -log ഓഫ് ഈ OH നമ്മൾ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് OH-. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ pH എന്ന് പറയുന്നത് -log H+, POH എന്ന് പറയുന്നത് -log OH-. കണ്ടുപിടിക്കേണ്ട H+ അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് H2SO4 ന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ H2SO4 എന്താക്കി മാറ്റും? H2SO4 ഡിസോൾവ് ചെയ്യുമ്പോൾ H2SO4 gives 2H+, 2H+ അയോണും പ്ലസ് SO4 2- അയോണും അല്ലേ ഉണ്ടാവുക, അല്ലെ? അപ്പൊ 1 മോൾ H2SO4 ഡിസോൾവ് ചെയ്യുമ്പോൾ 2 മോൾ H+ ഉണ്ടാവും. അപ്പൊ ഇവിടെ 1 × 10⁻² മോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ 1 × 10⁻² മോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ 2 × 10⁻² മോൾ H+ ഉണ്ടാവും. അപ്പൊ ഈ 2 × 10⁻² മോൾ ആണത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഈക്വൽ ടു 2 × 10⁻² മോൾ. ഓക്കെ, ഇവിടെ ഈ സാധനത്തെ വെറുതെ ബ്രാക്കറ്റ് അല്ല, എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്ര? 2 × 10⁻². അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നത് 2 × 10⁻². ഇതിങ്ങനെ ബ്രാക്കറ്റ് തന്നെ ഇട്ടിട്ട് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്ത ആൻസർ ടു -0.3 -2 that is equal to +2 എന്ന് വരും. അപ്പൊ 2 - 0.3 that is equal to 1.7 ആണ് ഏകദേശം അതിന്റെ ആൻസർ വരും. അപ്പൊ എന്താണ്? ഹൈലി അസിഡിക് ആണ്. H2SO4 അല്ലേ, എന്തായാലും അസിഡിക് ആയിരിക്കും. അടുത്ത ദിവസം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലൂയിസ് ആസിഡ്. ലൂയിസിന്റെ ആസിഡ്സും ബേസും ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. ബ്രോൺസ്റ്റർ കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്, അറീനിയസ് കൺസെപ്റ്റ്, 3 കൺസെപ്റ്റ് ആണുള്ളത്. അതിൽ അറീനിയസ് എപ്പോഴും ചോദിക്കുന്ന കാര്യമൊന്നുമല്ല. അറീനിയസ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ അതിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഉള്ളത് ബ്രോൺസ്റ്റർ ലോഡിംഗ് കൺസെപ്റ്റ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ ലൂയിസ് ആസിഡ് കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ് ആര്? ആസിഡ്സ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യുന്നവർ ആസിഡ്സും ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നവർ ബേസസും ആണ്. അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ എന്താണ് BF3 സ്ട്രക്ചർ? ബോറോന്റെ സ്ട്രക്ചർ B ഇവിടെ F. ഞാൻ വെറുതെ കൃത്യ സ്ട്രക്ചർ എന്നല്ല വരയ്ക്കുന്നത്. F ആണെന്ന് വിചാരിക്കും. ബോറോൺ 3rd ഗ്രൂപ്പ് എലമെന്റ് ആണ്. ബോറോൺ 3rd ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പം P സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണാണ് ഉണ്ടാവുക. ബോറോണില് P സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ടാവുക. എന്ന് വെച്ചാൽ P3 3 ഇലക്ട്രോണിൽ ഉണ്ടാവേണ്ടത്. നിങ്ങൾ മുമ്പേ പഠിച്ച കേസസ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ബോറോണ്ടത് ഇപ്പൊ 2p3 അങ്ങനെ ആയിരിക്കും. ബോറോൺ 2p3 ആയിരിക്കും. 2s2 1s2 2p3 ആണ് ബോറോണിന്റെ സ്ട്രക്ചർ. അപ്പൊ ഈ 2p3 ഈ 3 ഇലക്ട്രോൺ 3 ഫ്ലോറുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. പിന്നെ എന്തുണ്ട്? P5 വരെ കൊള്ളൂലേ? ഇവിടെ P5 വരെ കൊള്ളൂല. P10 വരെ കൊള്ളൂലേ? P എത്ര എണ്ണം? 10 ഇലക്ട്രോൺ കൊള്ളൂലേ? അറിയില്ലേ? 10 ഇലക്ട്രോൺ ഉള്ളു. ഇവിടെ P 6 ഇലക്ട്രോണാ കൊള്ളുക. P എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺ കൊള്ളുന്ന ഒരു സബ്ഷെല്ലാണ്. അതിന് 3 ഇലക്ട്രോൺ കൊണ്ടു. പിന്നെ എന്ത് കൊള്ളും? പിന്നെ ഇലക്ട്രോൺസ് കൊള്ളൂലേ?
പിന്നെ ഇലക്ട്രോൺസ് കൊള്ളൂലേ. അപ്പൊ പിന്നെ ഇലക്ട്രോൺസ് കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്, ഇലക്ട്രോൺ പെയർ വന്നാലും ഈ കുഴപ്പമില്ല, ഈ സ്ഥലമുണ്ട് വെക്കെ 3 എണ്ണം അറിയുള്ളൂ, പിന്നെ 3 എണ്ണം അറിയാൻ ബാക്കിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ് ലൂയിസ് കൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ്സ് ആണ്. കാരണം വെച്ചാൽ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെയാണ് അലുമിനിയത്തിന്റെ കേസ്. അലുമിനിയം ഇതേപോലെ തേർഡ് ഗ്രൂപ്പാണ്. ഇത് വരും 3p3 വരും. AlF3 അല്ല, AlCl3 ആണ്. ഫ്ലൂറിനാലും ഫ്ലൂറിന് കൊടുത്തത് AlCl3 ആകുന്ന സമയത്ത് എന്താണ് ഇവിടെയും 3p3 ആണ്. പിയിൽ പിന്നെയും 3 എണ്ണം വരാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് എന്താണ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. അപ്പൊ ലൂയിസ് ആസിഡ് കൺസെപ്റ്റ് വഴി അതെന്താണ് ആസിഡ്സ് ആണ്. ഇനി ഇത് നോക്കി, ഈ എക്സാമ്പിൾസ് നോക്കി. NH3 ന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ഇതെന്താണ് ലോൺ പെയർ. കെമിക്കൽ ബോണ്ടിങ് പഠിച്ചല്ലേ നിങ്ങൾ? ഇതാണ് ലോൺ പെയർ ആണ്. അപ്പൊ ഈ ലോൺ പെയർ എന്താണ് ഇങ്ങനെ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കും. തലയിൽ വെക്കുന്ന ഭ്രാന്തല്ലേ, ഇത് ഒഴിവാക്കാൻ നോക്കും. അതായത് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റേഴ്സ് ആണ് ഇവര്. NH3 അതുപോലെ H2 കൊടുക്കും, ഓക്സിജൻ H 2 ലോൺ പെയർസ് ഉണ്ട്. ഈ 2 എണ്ണത്തിന് ഒഴിവാക്കാൻ നോക്കും. ഇത് രണ്ടും എന്താണ് ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതെന്താണ് ലൂയിസ് ബേസ് ആണ്. ഇത് രണ്ടും ഞാൻ നേരത്തെ കാണിച്ചെന്ന് പറയും ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ് ലൂയിസ് ആസിഡ്സ് ആണ്. അതാണ് ലൂയിസ് കൺസെപ്റ്റ്. ഇനി ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് വെച്ചിട്ട് സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ബ്രോൺസ്റ്റഡ്, ഇതെല്ലാം ഇങ്ങനെ തന്നെ എക്സാമ്പിൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. NH3 plus H2O giving NH4 plus OH minus. ഓക്കെ, ഇവിടെ NH3 പ്രോട്ടോൺ എന്ന് പറയുന്നത് തന്നെയാണ് ഹൈഡ്രജൻ. H പ്ലസ് തന്നെയാണ് പ്രോട്ടോൺ. H പ്ലസിൽ പ്രോട്ടോൺ മാത്രമല്ല, ഇലക്ട്രോൺ ഇല്ലല്ലോ. H പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഇലക്ട്രോണും കൂടി പോയ കണ്ടീഷൻ അല്ലേ. അപ്പൊ ഇവിടെ പ്രോട്ടോൺ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ NH3യിലേക്ക് ഒരു H പ്ലസ് വന്നിട്ടാണ് ഒരു NH4 പ്ലസ് ആകുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രോട്ടോൺ അക്സെപ്റ്റർ അല്ലേ, പ്രോട്ടോൺ അക്സെപ്റ്റർ അല്ലേ. ഇനി ഇവിടെ നോക്കി H2O എന്നൊരു H പ്ലസ് പോയിട്ടല്ലേ OH മൈനസ് ആകുന്നത്. അപ്പൊ ഇതെന്താണ് പ്രോട്ടോൺ ഡൊണേറ്റർ അല്ലേ. H പ്ലസ് ആണ് പ്രോട്ടോൺ കേട്ടോ. നോക്കി NH3നോട് H പ്ലസ് ചേർന്നിട്ട് NH4 പ്ലസ് ആകുന്നു. അപ്പൊ ഇതെന്താണ് പ്രോട്ടോൺ അക്സെപ്റ്റർ. H2O H പ്ലസ് പോയിട്ട് OH മൈനസ് ആകുന്നു. അപ്പൊ ഇതാണ് പ്രോട്ടോൺ ഡൊണേറ്റർ. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ബേസ് ആണ്. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ബേസും പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആസിഡുമാണ്. അതാണ് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. ഓക്കെ, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് കോൺജുഗേറ്റ് ബേസും കോൺജുഗേറ്റ് ആസിഡും ഉണ്ട്. അത് ഞാൻ വേണ്ട, അത് വേണമെന്നില്ല. അതെന്നുവെച്ചാൽ ഇപ്പോ ഇമ്പോർട്ടന്റ് ആയ കേസാണ്. പക്ഷെ നിങ്ങൾ എല്ലാം കൂടി പഠിക്കുമ്പോൾ ഇപ്പൊ ലാസ്റ്റ് ടൈം പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊന്നും തിരിയില്ല. അപ്പൊ ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. NH3 ഒരു ബേസ് ആവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ NH3 എന്താണ് H പ്ലസും കൂടി ആഡ് ചെയ്തിട്ട് പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് NH4 പ്ലസ് ആവാൻ തയ്യാറാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ബേസ് ആണ്. H2O ആസിഡ് ആവുന്നതിന് കാരണം എന്ന് വെച്ചാൽ H2O എന്നൊരു H പ്ലസ് പോയിട്ട് OH മൈനസ് ആവാൻ അത് തയ്യാറാണ്. അപ്പൊ H2O എന്താണ് ഒരു ആസിഡ് ആണ്. അപ്പൊ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആരാണ്? NH3 അതേപോലുള്ള സാധനങ്ങൾ ബേസും പ്രോട്ടോൺ ഡൊണേറ്റേഴ്സ് ആയ H2O പോലുള്ള സാധനങ്ങൾ ആസിഡുമാണ്. അതാണ് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. അറിയുന്നത് ഒന്നുമില്ല. OH മൈനസ് വെള്ളത്തിലിടുമ്പോൾ OH മൈനസ് കിട്ടുന്നത് ആസിഡും വെള്ളത്തിലിടുമ്പോൾ H3O പ്ലസ് ഹൈഡ്രോണിയം ആണ് കൊടുക്കുന്നത് ആസിഡുമാണ്. അത് മാത്രമല്ല മറ്റേത് ആൽക്കലി. മാറിപ്പോയിട്ട് ശ്രദ്ധിക്കണം. വെള്ളത്തിലിടുമ്പോൾ OH മൈനസ് വരുന്നത് ആൽക്കലിയും വെള്ളത്തിലിടുമ്പോൾ H3O പ്ലസ് വരുന്നത് നമ്മുടെ ആസിഡുമാണ്. അതേ മറ്റേ അരീനിയസ് കൺസെപ്റ്റ്. ഇനിയുള്ളത് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ, അതേപോലെ ബഫർ സൊല്യൂഷൻസ് ആണ്. ബഫർ സൊല്യൂഷൻ ഞാൻ ജസ്റ്റ് താഴെ കാണിച്ചു, നിങ്ങൾ പയ്യെ വായിച്ചു നോക്കിയാൽ പ്രശ്നമില്ല. ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ഞാനായിട്ട് കൊടുക്കാതെ ചെയ്യാം. അല്ല ബഫർ സൊല്യൂഷൻ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇപ്പൊ നോക്കുന്നത് എന്താണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് H2O plus H2O ഗിവിംഗ് എന്ത് കിട്ടും? H3O plus OH മൈനസ് കിട്ടും. ഇത് ആസിഡാണ്, ഇത് ബേസ് ആണ്. രണ്ട് വാട്ടർ അല്ലെന്ന് ചോദിക്കണ്ട. ഒന്ന് ആസിഡ് ഒന്ന് ബേസ് ആയിട്ട് എടുക്കുന്നു ജെൽ. ഓക്കെ, ഇതെന്താണ് H3O പ്ലസിൽ എന്തുണ്ട്? അപ്പൊ പ്രോട്ടോൺ ഡൊണേറ്റേഴ്സ് ആരാണ്? ആസിഡും പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ബേസുമാണ്. അപ്പൊ ഇവിടുന്ന് ആസിഡ് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്തിട്ട് ഇത് OH മൈനസ് ആയിട്ട് മാറുന്നു. അത് നമ്മൾ എന്താക്കി എഴുതുന്നു? കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നു. കോൺജുഗേറ്റ് ബേസ് ശ്രദ്ധിക്കണം.
ആസിഡിൽ നിന്ന് എച്ച് പ്ലസ് പോയതിൽ ബാക്കി ഉണ്ടാകുന്ന സാധനം എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് അല്ല, കോൺജുഗേറ്റ് ബേസ് ആണ്. അത് ശ്രദ്ധിക്കാം. അടുത്ത പോയിന്റ്, ബേസ് ആയ ഇതെന്താണ്? പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാം. അതായത് H2O H3O+ ആയിട്ട് മാറുന്നു. അപ്പൊ ഈ ബേസ് എന്തായിട്ട് മാറുന്നു? കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് മാറുന്നു. കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് Kc വാല്യൂ. Kc വാല്യൂ അറിയുള്ളൂ. Kc റിയാക്ഷൻ കോൺസ്റ്റന്റ്. റിയാക്ഷൻ കോൺസ്റ്റന്റ് എത്രയാണ്? അതായത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് മൾട്ടിപ്പിൾ അല്ല, എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്. എന്താണ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് എന്നാണ് ഗുണനഫലം. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പൊ എന്ത് രണ്ടിന്റെ പ്രൊഡക്റ്റ് ആയി. ഇനി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പൊ ഇവിടെ എന്താണ്? H2O ആണുള്ളത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ 2 H2O ഉണ്ട്. H2O². ഈ കോൺസെൻട്രേഷൻ ഓഫ് H2O ആണ് നമ്മൾ ഈ കേസിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, റിയാക്ഷൻ കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ബാക്കി ഇവിടെ അതല്ല നോക്കുക. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്? അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. പിന്നെ ഇതിലൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ എക്സാമിനും വരുമ്പോൾ എന്താ വെച്ചാൽ ഈ H3O+ തരൂല, പകരം എന്ത് തരും? H+ തരും. H+ തരും. എന്താ H+ തരുന്നത് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ ഒരു സ്ഥലത്ത് ഒരു സാധനത്തിൽ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ എത്രയാണോ ഉള്ളത് അത് തന്നെയാണ് അവിടുത്തെ H+ന്റെ കോൺസെൻട്രേഷൻ. H3O+ന്റെ കോൺസെൻട്രേഷൻ എത്രയാണോ ഉള്ളത് അത് തന്നെയാണ് അവിടുത്തെ H+ന്റെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് H3O+ന് പകരം ഇവിടെ H+ എന്ന് എഴുതുന്നു. H+ ഇൻറ്റു OH-. ഇപ്പൊ ഈ താഴെയുള്ള H2O² നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടത്തേക്ക് എഴുതുന്നു. കേസിന് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന H2O² ഒക്കെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കില്ല കോൺസെൻട്രേഷൻ. അങ്ങനെ കിട്ടുന്ന സാധനമാണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ KW. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനിയുള്ളത് ബഫർ സൊല്യൂഷൻ. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി ഞാൻ താഴെ വെച്ചു. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കിടക്കുന്ന ഈ സാധനം താഴെ കാണുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അത് വായിച്ചു തീർക്കുക. വായിച്ച് തീർക്കാൻ പറ്റാത്തവർ സ്റ്റോപ്പ് ചെയ്ത് വായിക്കുക. എന്നിട്ട് നമ്മളെ അടുത്ത സ്ഥാനത്തിലേക്ക് വരിക. ഇതിന്റെ Kc വാല്യൂ കൂടി കണ്ടുപിടിക്കാനുള്ള Kc വാല്യൂ എങ്ങനെ എഴുതുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കിയാൽ നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ച് നോക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ടത് Kp ദാറ്റ് ഈസ് ഈക്വൽ ടു Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ n. എന്താണ് ഡെൽറ്റ? RT നിങ്ങൾക്ക് തരും. അല്ല, RT തരുന്നില്ല, R നിങ്ങൾക്ക് തരും, ടെമ്പറേച്ചറും തരും. ഇപ്പൊ Kc തന്നിട്ട് ചിലപ്പോൾ Kp കണ്ടുപിടിക്കാൻ പറയും, Kp എന്നിട്ട് ചിലപ്പോൾ Kc കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, Kc എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോൺസ്റ്റന്റ് ഓഫ് ഇത് കോൺസെൻട്രേഷൻ ബേസിലുള്ള റിയാക്ഷന്റെ കോൺസ്റ്റന്റ്, ഇത് പ്രഷറിന്റെ ബേസിലുള്ള റിയാക്ഷന്റെ കോൺസ്റ്റന്റ്. ഓക്കെ, Kp പ്രഷർ, Kc കോൺസെൻട്രേഷൻ. അപ്പൊ R നിങ്ങൾക്ക് തരും, ടെമ്പറേച്ചർ അവിടെ തന്നിട്ടുണ്ടാവും. പിന്നെ ഡെൽറ്റ R ചിലപ്പോൾ തരുള്ളൂ 8.31 അങ്ങനെ ഓരോന്നിന്റെ R വ്യത്യാസമായിരിക്കും. അപ്പൊ ഡെൽറ്റ n അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഡെൽറ്റ n വെച്ചാൽ എന്താണ്? വോളിയല്ല, മോളാർ ഡിഫറൻസ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ ഇതിന്റെ പ്രൊഡക്റ്റിൽ എത്ര മോളുണ്ട്? 2+1, 3 മോളല്ലേ ഉള്ളത്. ഇതിന്റെ പ്രൊഡക്റ്റിൽ എത്ര മോൾ, അല്ല റിയാക്ടറിൽ എത്ര മോളുണ്ട്? 2+1, 3 മോളല്ലേ ഉള്ളത്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആണ് ഡെൽറ്റ n. ഇവിടെ ഡെൽറ്റ n എന്ത് വരും? ഇവിടെയും 3 മൈനസ് 3 0. അപ്പൊ RT⁻0 1 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? Kpന്റെ വാല്യൂയും Kcന്റെ വാല്യൂയും ഈ ഒരു റിയാക്ഷൻ എന്താണ്? സെയിം ആണ്. ഈ Kcന്റെ റിലേഷൻ പഠിച്ചു. Kc ഇങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം. Kc എഴുതുമ്പോൾ പ്രൊഡക്റ്റിലുള്ള സാധനങ്ങൾ എഴുതുക. ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എഴുതും. അപ്പൊ ഇവിടെ ഏതാണ്? സിൽവർ നൈട്രേറ്റ്, അതായത് Ag എന്ന്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് Ag എഴുതിയിരിക്കുകയും അതിന്റെ പവറിൽ എന്ത് എഴുതണം? ഇതിൽ എത്ര മോളാണുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിൽ ഏത് നമ്പർ ആണുള്ളത് അത് ഈ സാധനത്തിന്റെ പവർ ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ ഓഫ് Ag സ്ക്വയർ വരുന്നത്, അതായത് ഈ 2 ആണ് ഇവിടെ എഴുതുന്നത്, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O, കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഇത് പ്രൊഡക്റ്റിന്റെ എഴുതി. പ്രൊഡക്റ്റിന് എത്രയുണ്ടോ അത്രയും പ്രൊഡക്റ്റിന്റെ എഴുതാം. ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഫസ്റ്റ് എന്താണുള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് Ag2O. ഇവിടെ 1 ആയതുകൊണ്ടാണ് ഇവിടെ 1 ഇട്ടത്. 1 എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ്. ഇവിടെ Ag2ന്റെ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇനിയുള്ളത് HNO3
HNO3 എന്ന് പറയുമ്പോൾ HNO3ന്റെ ഇവിടെ എന്തുണ്ട് 2 ഉണ്ട്. അപ്പൊ ഈ 2 നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ പവർ ആയിട്ട് എഴുതും. ഇതാണ് എന്ത് ഒരു റിയാക്ഷൻ തന്നാൽ അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ റിയാക്ഷന്റെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്, കോൺസെൻട്രേഷൻ വെച്ചുള്ള കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണെന്നുള്ള കാര്യം ഓർമ്മിച്ചു. ഇപ്പൊ ഇവിടെ ഏത് വാല്യൂ ആയാലും ഇപ്പൊ 2H ബാലൻസ് ചെയ്യുമ്പോൾ മാർക്ക് ഓക്കെ. നമ്മളിപ്പോ വേറെ സ്ഥലത്തിൽ ഇത് പുട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ H2 പ്ലസ് N2 പ്ലസ് 3H2 ഗിവിംഗ് 2NH3 എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ. നോക്ക്, ഇതിന്റെ KC വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് NH3. കോൺസെൻട്രേഷൻ ഓഫ് NH3 ഈ 2 ഉള്ളത് പവറിൽ വരുന്നു. ഇത് മാത്രമാണ് എന്ത് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ പിന്നെ റിയാക്ടന്റിന്റെ ബേസിലേക്ക് സ്ഥലത്തേക്ക് വരും N2 കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2. H2 എത്ര ഉണ്ട്? ഇവിടെ N2 ഒന്നായിട്ട് 1 എഴുതി. 1 എന്ന് പറയുന്നത് അത് തന്നെയാണ്. H2 എന്ന് പറയുന്നത് H2 ന് എത്രയുണ്ട്? 3 മോളുണ്ട്. അപ്പൊ 3 ക്യൂബ് ആയിട്ട് H2 കോൺസെൻട്രേഷൻ ഓഫ് H2ന്റെ ക്യൂബ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയന്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് KC വാല്യൂ എഴുതാൻ. നമുക്ക് ഡിസൊല്യൂഷൻ കോൺസ്റ്റന്റ്, ബഫർ സൊല്യൂഷന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആസിഡ് ബഫർ എന്താണ്, ബേസ് ബഫർ എന്താണ്, ആൽഫ, മറ്റേ സോല്യൂബിലിറ്റി കോൺസ്റ്റന്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ എങ്ങനെ ഉത്തരം കിട്ടാത്ത കുറെ ക്വസ്റ്റ്യൻസ് അല്ല എൻട്രൻസ് ഈ സാധനത്തിലേക്ക് വരാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും. പിന്നെന്ന് വെച്ചാല് അപ്പൊ അത്രയേ ഉള്ളൂ ഫോക്കസ് ഏരിയ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഫോക്കസ് ഏരിയ. അപ്പൊ ഈ കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കാണ്ട് മനസ്സിലാക്കിയിട്ട് പോവാം. I'm an icon, man. And my girl about a 10. I should fuck her in a Benz.